ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടർച്ചയായ രണ്ടാം വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് CSK. എ കളക്റ്റീവ് ടീം പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. CSK തിരിച്ചു വന്നിരിക്കുന്നു. KKRനെതിരായിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ 32 റൺസിന്റെ തകർപ്പൻ വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിട്ടുള്ളതും. ഈ ഒരു വിജയത്തോടുകൂടെ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്തേക്ക് ഉയരാനും CSKക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും KKRന്റെ കാര്യമാണ് കഷ്ടം. അവർക്ക് ഇതുവരെ മഴ പെയ്ത് ലഭിച്ച ആ ഒരു പോയിന്റ് അല്ലാതെ ഒരൊറ്റ മത്സരം പോലും വിജയിച്ചുകൊണ്ട് പോയിന്റുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് KKR ഉള്ളതും. ശരിയാണ്, KKRന് ഇനിയും ഈ ഒരു സീസണിൽ 9 മത്സരങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ അതിൽ 7 എണ്ണത്തിൽ വിജയിച്ചാൽ കൂടി KKRന് ആകെ എത്തിപ്പെടാൻ സാധിക്കുക 15 പോയിന്റുകൾ മാത്രമാണ്. ഏതായാലും അവർക്ക് മുമ്പോട്ടുള്ള പോക്ക് ഇപ്പോൾ തന്നെ ദുഷ്കരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത CSKക്ക് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി വീരനായ സഞ്ജു സാംസൺ തന്നെയാണ് ഈ ഒരു കളിയിലും ടോപ്പ് സ്കോററായി മാറിയത്. 32 പന്തിൽ 48 റൺസാണ് സഞ്ജുവിന്റെ സംഭാവനയെങ്കിൽ ഡെവാൾഡ് ബ്രവീസ് അദ്ദേഹത്തിന്റെ കംബാക്ക് തീർച്ചയായിട്ടും അടയാളപ്പെടുത്തിയിരിക്കുന്നു. 29 പന്തിൽ 41 റൺസ്. ആയുഷ് മാത്രേ ഒരു വെടിക്കെട്ട് നടത്തിക്കൊണ്ടാണ് ക്യാമിയോ കളിച്ചത്. 17 പന്തിൽ 38 റൺസ്. ഒടുവിൽ 193 റൺസിന്റെ വിജയലക്ഷ്യമാണ് KKRന് മുമ്പിൽ CSK മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും. സെക്കൻഡ് ബാറ്റിംഗിൽ ചേസ് ചെയ്യുന്ന ടൈമിൽ ഒരു ഘട്ടത്തിൽ പോലും KKR മത്സരത്തിൽ വിജയിക്കുമെന്നുള്ള തോന്നൽ പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. CSKക്ക് വേണ്ടി 21 റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് 3 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് നൂർ അഹമ്മദ് തന്നെയാണ് ഹീറോ ആയി മാറിയതും. അക്ഷരാർത്ഥത്തിൽ തീക്കാറ്റാവുകയായിരുന്നു നൂർ അഹമ്മദ്. അതേപോലെ അഖിൽ ഹുസൈന്റെ കാര്യവും എടുത്തു പറയണം. 26 റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് അദ്ദേഹം ഒരു വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. അതേപോലെ അൻഷുൽ കമ്പോജിനും 2 വിക്കറ്റുകൾ വീഴ്ത്താൻ സാധിച്ചിട്ടുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ CSKയുടെ ബൗളിംഗ് ക്ലിക്കാവുന്ന കാഴ്ചയാണ് ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതും. ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ചില തീരുമാനങ്ങളോടുകൂടെ തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അവർ നല്ല ആധിപത്യം പുലർത്തിയിട്ടുമുണ്ട്. ഇനിയും CSKയുടെ വിജയങ്ങൾക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.